ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിത് ഇന്ന് എൻ്റെ അനിയൻ വരുന്നുണ്ട് കേട്ടോ, ഗൾഫിൽ നിന്ന്. അവൻ സലാലയിലാണ്, അവൻ അവിടെ നിന്ന് വരുന്നുണ്ട്, അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ വിളിക്കാൻ പോവുകയാണ് അവനെ. ഇത് സത്യം പറഞ്ഞാൽ നമ്മളൊന്നും പോകുന്ന ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉപ്പയും ഒരനിയനും അനിയത്തിയും കുഞ്ഞു മക്കൾ അവരായിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് വെച്ചിട്ടുണ്ടായതാണ് ഞങ്ങളൊക്കെ പോക്ക്. അപ്പോൾ പിന്നെ ഉമ്മയും ഞങ്ങളും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോവാണ്, വണ്ടി അവിടെ വന്നിട്ടുണ്ട് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നാണ്ട് പോവാം. അപ്പോൾ ഉമ്മ അതേ നമ്മളെ ബാക്കിൽ വരുന്നുണ്ട്, ഉപ്പ മോനെയും കൊണ്ട് മുന്നിലും പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ മൂത്താപ്പാൻ്റെ മക്കളുണ്ടായിരുന്നു, ഷാമോനും ഇർഫുട്ടിയും മോൾട്ടിയും ഉണ്ടായിരുന്നു. അവർ മൂന്നാളും ഇവിടുന്ന് വന്ന്. പിന്നെ നമ്മളെ വണ്ടിയൊക്കെ വന്ന് ആയിട്ടുണ്ടെന്ന് നമ്മളങ്ങോട്ട് എത്തേണ്ട താമസം കൂടിയുള്ളൂ. അങ്ങനെ മോൾട്ടിയും എല്ലാവരും വന്ന് നമ്മൾ വണ്ടിയിലൊക്കെ കയറി നമ്മൾ പോവുകയാണ്. മാലിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് പുതിയങ്ങാടിയിൽ നിന്ന് അമ്മായിൻ്റെ 2 മക്കളും കൂടി കയറാണ്ടായിരുന്നു. അപ്പോൾ പുതിയങ്ങാടിയിൽ നിന്ന് അവരെ വിളിക്കണം, അങ്ങനെ അവരെ അവിടെ റെഡി ആവാനൊക്കെ വിളിച്ച് റെഡി ആവാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ പാട്ടൊക്കെ കേട്ട് സെറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ഇത് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ. ഷാമോനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ഹൈറ്റ് കൂടിയിട്ട്. അത് നോക്കിയാൽ അവൻ ഇരിക്കണ ചെരിഞ്ഞും വളഞ്ഞൊക്കെ ഇരിക്കുന്നു. അപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് അവനക്ക് ഇരിക്കാൻ പറ്റണില്ല എന്നുള്ളത്. അത് ഞങ്ങൾ കുഞ്ഞൂലിക്കടവ് പാലം വഴിയാണ് പോയിട്ടുണ്ടായിരുന്നത്. പുതിയങ്ങാടിക്ക് കയറാൻ എളുപ്പം അതല്ലേ. അങ്ങനെ ഞങ്ങൾ പോയി പുതിയങ്ങാടിയിലെത്തി. യാത്രത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ കണ്ടൊരു കാഴ്ചയായിരുന്നു കേട്ടോ അത്. ഒക്കെ ഒരുപാട് പ്രാവുകൾ. ഞാൻ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു കാണാനും. അപ്പം ഞാൻ ഷാമോനെ പറഞ്ഞയച്ചിട്ട് ചെറുതായിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പ്രാവുകൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ മുന്നിലേട്ടാ കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഷെയ്ക്കമോളും കുഞ്ഞെ ഇവിടുന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവരെ അവിടെ നിന്ന് എടുത്ത് ഇനി നമുക്ക് നേരെ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ അവിടുന്ന് സീന കുഞ്ഞിമാൻ എടുക്കാനുണ്ട് കേട്ടോ. മാലിക് മോനെ അനിയൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിലാണ് അവൻ പോയത്. കുറേ വരാൻ നോക്കിയതാണ്, പക്ഷെ പറ്റിയിട്ടില്ല. ഇപ്പോഴാണ് ലീവ് കിട്ടിയത്. പിന്നെ നമ്മൾ മൂത്താപ്പാൻ്റെ മോൻ്റെ കല്യാണം ഉണ്ട് കേട്ടോ, ബ്രദറിൻ്റെ കല്യാണം. പിന്നെ ഞങ്ങൾ ഇരുന്ന പൊസിഷനും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടാ. കുഞ്ഞേയും ഷാമോനൊക്കെ ബാക്കൊക്കെ ഇരുന്ന് ഞങ്ങളൊക്കെ ഫ്രണ്ട് ഭാഗത്തൊക്കെ ഇരുന്ന്. അങ്ങനെ നമ്മൾ പോകുമ്പോൾ നല്ല ഭംഗിയുള്ള പച്ചപ്പുള്ള സ്ഥലങ്ങളായിരുന്നു. അന്ന് നമ്മൾ പോയത് രാത്രി ആയതുകൊണ്ട് ഇതിങ്ങനെ ഭംഗിയൊക്കൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഭംഗിയുള്ള ഏതെങ്കിലും സ്ഥലം കണ്ടുവരുമ്പോൾ വീഡിയോ എടുത്ത് പൊത്തിപ്പിടിച്ച് വരുമ്പോഴേക്കിനും ആ സ്ഥലം പോവുകയും ചെയ്യും. പിന്നെ ഇവിടെയൊക്കെ റോഡ് പണി നടക്കണ്ട, നല്ല ആഴത്തിലാണ്. ഇനി താഴത്തു കൂടിയുള്ള റോഡാണ് എന്താണെന്ന് അറിഞ്ഞൂടാ. നല്ല ആഴത്തിലുള്ള പണിയായിരുന്നു. നിൽക്കുന്ന മരം കണ്ടെങ്കിൽ അങ്ങനത്തെ മരം കാണുമ്പോൾ എനിക്ക് അപ്പം വീഡിയോ എടുക്കാൻ തോന്നും. അതാണ് കേട്ടോ നമ്മളെ എയർപോർട്ട് എന്ന് പറയുന്ന ആ ഉയരത്തിൽ കാണുന്നത്. രാത്രി കണ്ടപ്പോൾ നമ്മൾ നല്ല ലൈറ്റൊക്കെ അടിച്ചിട്ട് കണ്ടല്ലോ. പകൽ വന്നപ്പോഴുള്ള ഒരു ഇത് അങ്ങനെയുണ്ട് വന്നിട്ട്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. പകൽ വന്നപ്പോൾ രാത്രി വന്നതിൽ നിന്നും നേരെ ഡിഫറെൻ്റ് ആയിരുന്നു. രാത്രി നമുക്ക് ഇങ്ങനെ ഇതിലൊന്നും കാണാൻ പറ്റൂലല്ലോ. പകലായപ്പോൾ നന്നായിട്ട് ആസ്വദിച്ച് കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ രാത്രിക്കത്തെ ദൃശ്യം എന്ന് പറയുന്നത് ലൈറ്റൊക്കെ അടിച്ചിട്ട് അതൊന്ന് വേറെ തന്നെ പൊതുവെ പോകുമ്പോൾ മേലെ കൂടി കാണുന്ന ആ ഭാഗമല്ലേ, ആ ഭാഗത്ത് കൂടി തന്നെ ഉണ്ട് നേരിട്ടുണ്ട് കയറാറാണ് പതിവ്. ഇങ്ങോട്ട് താഴത്തേക്ക് വരാറില്ല കേട്ടാ. പക്ഷെ ഇവനക്ക് എന്തോ അങ്ങനെ അറിയില്ല തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് നട സ്വീപ്പായിട്ടുണ്ടായിരുന്നു തിരിച്ച് വരുന്ന വരവിലൊക്കെ. അങ്ങനെ നമ്മളെത്തി. നമ്മൾ മാമനെ കാക്കാൻ വേണ്ടി നിന്ന് അതേ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ നിന്നിട്ടുള്ളത്. പിന്നെ ടി വിയിലൊക്കെ ഞാൻ കുറേ നോക്കി എത്തിയ എന്താണ് ഏതാണെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. അപ്പോഴേക്കിനും മാലിക് മോൻ നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോഴേക്കിനും നന്നായിട്ട് ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അങ്ങനെയാണോ വരാന്നുള്ള ആശങ്കയിൽ ഇങ്ങനെ നിന്ന് നോക്കുകയാണ്. അപ്പോൾ അതേ നോക്കിയാൽ പട്ടാളക്കാരൻ വലിയ തോക്കും പിടിച്ചിട്ട്. അതൊക്കെ ഒറിജിനൽ തന്നെ അയക്കാരല്ലേ. എന്താലേ നമുക്കും പിടിക്കാൻ പറ്റുമോ ആവും അത്രയും വലിയ തോക്കൊക്കെ. കുറച്ച് ദിവസം അവിടെ പിടിച്ച് നിൽക്കാനൊക്കെ ഒരു പൂതി. അങ്ങനെയൊക്കെ കഥ പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിൽക്കലിട്ട. വേറെ എന്ത് ചെയ്യാനാണ്. പിന്നെ ഇങ്ങനെ ഓരോരുത്തർ വരുന്നതും ഇതൊക്കെ തന്നെ നല്ല രസമുള്ളൊരു കാഴ്ചയുണ്ടാ. ഓരോരുത്തർ വരുന്നത് നോക്കിയിരിക്കുക. അവർക്ക് പെട്ടിയുണ്ട്, അല്ലോ ഇവർക്ക് പെട്ടില്ല, പാവാണ്, അതെന്തേ പെട്ടി കൊണ്ടുവരാഞ്ഞ്. പിന്നെ ആ പട്ടാളക്കാരനെ നോക്കിയാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന പരിപാടിയാണ് കേട്ടോ നമുക്ക്. പിന്നെ മാമനെ കണ്ട മാതിരി ദൂരത്തുനിന്നെങ്ങാനും മോനെ കാണുന്നുണ്ടാന്നും കരുതി നോക്കി നിൽക്കുമ്പോൾ അതേ എടുത്തുനിന്ന് ആൾ വരുന്നേ. അപ്പോൾ ദൂരത്തുനിന്ന് നമ്മൾ കണ്ടില്ലല്ലോ, എടുത്തുനിന്നാണോ കാണുന്നത് എന്ന് വിചാരിച്ച് നോക്കി ഇങ്ങനെ വീഡിയോ എടുത്ത് നിൽക്കുമ്പോൾ മൂപ്പർക്ക് കുറവായിക്കണ്ടേ വീഡിയോ എടുത്തോണ്ട്. എന്നെ കണ്ട ഫസ്റ്റ് ടൈമിൽ തന്നെ അവൻ പറഞ്ഞ എന്താ പറയുക, വീഡിയോ ഓഫാക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാലിക് മോൻ ഇതേ അവൻ്റെ മാമനെ ഫസ്റ്റ് ടൈമായിട്ട് കണ്ടിട്ടാ. അങ്ങനെ അപ്പോഴേക്കും മാലിക് എണീറ്റിട്ടുണ്ടായിരുന്നേ.
അങ്ങനെ പിന്നെ അവർ സ്നേഹചുംബനങ്ങൾ പങ്കിടലൊക്കെ ആയി. അങ്ങനെ പിന്നെ ഞങ്ങളവിടെ കുറേ നേരം നിന്ന് പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഷെയ്ഖമോൾ ട്രോളിയൊക്കെ ഒന്ന് ഇങ്ങനെ വരുന്നു. അപ്പോഴേക്കും നമ്മളെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഗൾഫിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ ചെയ്യേണ്ടുന്ന 2 സുന്നത്താക്കപ്പെട്ട കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന് വെള്ളം വാങ്ങിത്തരാം, വെള്ളമല്ല ചായ എന്തെങ്കിലും വാങ്ങിത്തരാം. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ മിഠായി പൊട്ടിച്ച് എന്തെങ്കിലും മിഠായി ഞങ്ങൾക്ക് തരാമെന്നുള്ളത്, വിളിക്കാൻ പോയവർക്ക് തരാമെന്നുള്ളത്. അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ രണ്ടാമത്തെ സുന്നത്താക്കപ്പെട്ട കാര്യമാണ് ചായ കുടിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ ചിക്കൻ റോളും ലൈമുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവൻ്റെ മുതലാളിൻ്റെ നാടാണ് കോഴിക്കോട്. അവർ ഒരു പെട്ടി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു, അവർക്കൊരു പെട്ടി കൊടുക്കാണ്ടായിരുന്നു, അതും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ വരുമ്പോഴാണ് ഓർത്തത് 8 മണി ആവാറായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇക്കാക്കാനെയും കൂടി ഒന്ന് വിളിക്കുക എന്ന് തോന്നി. ഇക്കാക്ക വർക്കിലാണ്. അപ്പോൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് വരുന്ന വരവിൽ ബസ്സിന് വരണ്ടല്ലോ വിചാരിച്ച് നമ്മൾ ഇക്കാക്കാനെയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പാട്ടൊക്കെ ഇട്ട് നല്ല ഉഷാറായിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ എന്ന് പറയുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്താൻ മറക്കരുത് കേട്ടോ. അപ്പോഴേ ഞാൻ ഭാവിയിൽ എപ്പോൾ വീഡിയോസ് ഇടുന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സ്റ്റിൽ ദെൻ ബൈ.